ഇന്നെന്താ അതെ യെസ്, ഇത് രതീഷ് ഏട്ടൻ്റെ ബർത്ത്ഡേ December 2nd, 2023 സർപ്രൈസ് കൊടുത്ത വീഡിയോ ആണ്. അപ്പോൾ അന്ന് ഞങ്ങൾ കാന്തല്ലൂർക്കായിരുന്നു പോയത്. വൺ ഡേ ട്രിപ്പാണെന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടുപോയത്. പക്ഷേ ഞാനിവിടെ സ്റ്റേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ സ്റ്റേ ചെയ്ത സ്ഥലമാണ് ചീനി ഹിൽ ഫാം എന്നായിരുന്നു. അപ്പോൾ ഇത് അത്യാവശ്യം ഹൈ റേഞ്ചിലാണ് സ്റ്റേ. നമ്മൾ താഴ്ത്തുനിന്ന് ഇങ്ങനെ പിന്നെ പോലെ ഹെയർപ്പിൻ്റെ പോലെ കയറി വന്ന് മേലായിരുന്നു സ്റ്റേ. പക്ഷേ രതീഷോടെ പറഞ്ഞത് ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അത് കാണാൻ വേണ്ടിയാണ് നമ്മൾ വന്നത്. റിസോർട്ടിൻ്റെ ഉള്ളിലാണ് വ്യൂ പോയിൻ്റ് എന്നൊക്കെ പറഞ്ഞ് കള്ളം പറഞ്ഞ് ഞാനിവിടെ കൊണ്ടുവന്നേക്കും. റിസോർട്ട് ഇഷ്ടപ്പെട്ട ഇവിടെ നമ്മൾ സ്റ്റേ ചെയ്യണേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. സ്റ്റേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആള് ഭയങ്കര സർപ്രൈസ്ഡായി. അപ്പോൾ ആ സമയത്ത് അപ്പയൊക്കെ പുറകിൽ കാറിലെത്തി. അപ്പോൾ പുള്ളി വണ്ടി ട്രിപ്പ് എന്ന് വിചാരിച്ചല്ലോ വന്നത്. ഞാൻ ഡ്രസ്സൊക്കെ ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ അതും പറഞ്ഞ് ഇങ്ങോട്ടും ഓരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു റൂം കിട്ടാൻ വേണ്ടിയിട്ട്. ഓൾറെഡി ആ കേക്കൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നതുകൊണ്ട് കുറച്ച് ടൈം എടുത്തു ഞങ്ങൾക്ക് റൂം കിട്ടാൻ വേണ്ടിയിട്ട്. ഈ ബിൽഡിങ്ങിലായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്തത്. അപ്പോൾ ഈ ഒരു ഫുൾ ബിൽഡിങ്ങും പിന്നെ അപ്പുറത്തെ ബിൽഡിങ്ങിൻ്റെ മേളത്തെ പോർഷനായിരുന്നു നമ്മളെടുത്ത്. അപ്പോൾ ഇവിടെ ക്യാമ്പ് ഫയർ ഒക്കെ നടക്കുന്ന സ്ഥലമായിരുന്നു. അങ്ങനെ നമ്മൾ ബാഗൊക്കെ എടുത്ത് എല്ലാവരും കൂടെ റൂമിലേക്ക് അങ്ങനെ പോകായിരുന്നു. കാരണം ഓൾറെഡി ഞാൻ കേക്ക് അവിടെ ഓർഡർ ചെയ്ത് അവരോട് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അവരെല്ലാം അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു അവർ. അപ്പോൾ നമ്മൾ എല്ലാം കേക്കും മേടിച്ചു. അങ്ങനെ നമ്മൾ കേക്ക് കട്ടിങ് എന്ന ചടങ്ങിലേക്ക് കിടക്കുകയാണ്. പ്രാർത്ഥനയോടുകൂടെ എല്ലാവരും പ്രാർത്ഥനയും അതൊക്കെ കഴിഞ്ഞ് കേക്ക് കട്ടിങ്ങിലായി. അങ്ങനെ ഓരോരുത്തരും രതീഷേട്ടന് കേക്ക് കൊടുത്തു. പപ്പ എല്ലാവരും കേക്ക് കൊടുത്ത് ബർത്ത്ഡേ പോയി ഹാപ്പിയായി. അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് അവിടുത്തെ ഫാമൊക്കെ ഒന്ന് നടന്ന് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ അങ്ങനെ നടന്ന് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ പുറത്തോട്ട് ഇറങ്ങി. റിസോർട്ട് മുഴുവനും അവിടുത്തെ എല്ലാം കാണാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ നടന്ന്. ആക്ച്വലി ഞങ്ങളിപ്പോൾ ഒരു സീസൺ അല്ലായിരുന്നത് കൊണ്ട് അവിടെ ഓറഞ്ചും സ്ട്രോബെറിയൊക്കെ കുറവായിരുന്നു. അല്ലെങ്കിൽ അവിടെ നിറച്ചും എല്ലാം ഉണ്ടാവാറുന്ന സ്ഥലമായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ റിസോർട്ടൊക്കെ ഒന്ന് ചുറ്റിക്കണ്ട് എല്ലാവരും മഞ്ഞും കോടയൊക്കെ പ്രതീക്ഷിച്ച് ജാക്കറ്റും ഒക്കെ ഇട്ടിരിക്കണമായിരുന്നു. പക്ഷേ വിചാരിച്ച അത്ര തണുപ്പുണ്ടായില്ലെങ്കിലും കോട നല്ല രീതിക്ക് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഓരോരോ വർത്തമാനങ്ങളും പറഞ്ഞ് അവിടെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരുന്നു. ഡാൻസ് പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ ക്യാമ്പ് ഫയറിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ക്യാമ്പ് ഫയറിൻ്റെ ഇതൊക്കെ ആയിട്ട് വിറകൊക്കെ ആയിട്ട് ആൾ വന്നു. എവിടെ ചെന്നാലും നമ്മുടെ മെയിൻ ഐറ്റമാണല്ലോ അന്താക്ഷരി. അപ്പോൾ ഞങ്ങൾ ഗേൾസ് വേഴ്സസ് ബോയ്സ് അന്താക്ഷരി കളിച്ചു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ച് നല്ല സ്പിരിറ്റോടുകൂടി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഡാൻസ് പരിപാടി. പിന്നെ അവിടെ നിന്ന് ഗ്രില്ല് ചെയ്യാൻ ആൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്തതും ചപ്പാത്തിയൊക്കെ കൂടി ഞങ്ങൾ ഫുഡൊക്കെ അടിച്ച് നൈറ്റ് വാക്കിന് ഇറങ്ങാൻ രീതിയിൽ ഞങ്ങൾ ആ റിസോർട്ടൊക്കെ ഒന്നുകൂടെ ആ ലൈറ്റിലിട്ട വ്യൂവിൽ പോയി കണ്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് എത്തി. എല്ലാവരും കിടന്നിറങ്ങി. രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ടുള്ള വ്യൂ ആണിത്. അപ്പോൾ നമ്മുടെ ചില്ലിലൊക്കെ അത്യാവശ്യം കോട വന്നതിൻ്റെ ആ ഒരു നനവും വെള്ളമൊക്കെ ഉണ്ട്. നല്ല വ്യൂ ആണ്. രാവിലെ എണീറ്റ് ഇങ്ങനെ നമുക്ക് പുറത്തോട്ട് നോക്കിയാൽ നല്ല രസമായിരുന്നു ആ വ്യൂ ഒക്കെ. അപ്പോൾ നമുക്കിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ അത്യാവശ്യം നല്ല രാവിലെ തന്നെ നല്ല രീതിയിൽ കോട നമ്മൾ ഫുഡ് കഴിച്ച സ്ഥലത്തും വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ അത്യാവശ്യം അവിടെ ഫുഡൊക്കെ കഴിച്ചു. അവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്ത് ഇനിയിപ്പോൾ കാന്തല്ലൂർക്കൊന്ന് ചുറ്റിക്കിറങ്ങിയിട്ട് അവിടെ നിന്ന് കാന്തല്ലൂരിൽ നിന്ന് ഞങ്ങൾ തിരിച്ച് പോരും.
നല്ലൊരു ട്രിപ്പായിരുന്നു.